എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ പൊന്നു മക്കളെ, ടോസിക് പടം കണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:30 കയറിയതാ തിയേറ്ററിൽ. മക്കളെ 10:15 ഓ, ഇതാണ് പടം. എൻ്റെ പൊന്നെ, ഞാൻ ജീവനോടെ വീട്ടിലേക്ക് എങ്ങനെ എത്തുന്ന ആലോചിക്കും. എൻ്റെ പൊന്നു മക്കളെ, ഇതിലെ ഡയറക്ടർ ഗീതു മോഹൻദാസ്, നന്ദിയുണ്ട്. എൻ്റെ പൊന്നെ, എന്തൊരു പടം. പടത്തിലൊരു പോസിറ്റീവ് ഉണ്ട്, ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഈ സിനിമേൻ്റെ ഒരു ചെറുതായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭ്രാന്തായിപ്പോയി പടം കണ്ടിട്ട്. അതാണ് എൻ്റെ ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നെ, ഈ പടം ഇൻ്റർവെൽ ആയപ്പം ഒരു 5-6 ആൾക്കാർ ഭ്രാന്ത് പിടിച്ച്, ഞാനടക്കം ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ കൂടെ ഇവരുടെ ഒരു 10 ആഡും. എൻ്റെ പൊന്നെ, അതിൽ നിന്നൊരു 2 പേര് എണീറ്റ് പോയി, തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോയി. അവർക്ക് വേണ്ട ഇനി സിനിമ കാണണ്ട, അവർക്ക് ജീവനോടെ വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ 2 പേര് തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോയി. സിനിമയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് പടത്തിൽ നിന്ന് ഒരു 10 പേര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിണ്ടാവും. എൻ്റെ അടുത്തിരിക്കുന്ന ഏട്ടൻ പറയാണ് 750 ഉറുപ്പിക ടിക്കറ്റ് 2 പേരും കൂടി കൊടുത്തത്, അതുകൊണ്ടിരുന്ന് കാണുകയാണെന്ന്. അൺസൈക്കബിൾ മൂവി, ഒരു വസ്തുവിനും കൊള്ളാത്തൊരു പരട്ട പടം, അങ്ങനെ വേണേൽ പറയാം. ഡയലോഗൊക്കെ എങ്ങനെ അറിയോ? പടത്തിലെ ഡയലോഗ് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ ഫുള്ള് മാസ് ഡയലോഗ് സംസാരിക്കുകയാണെങ്കിൽ മാസ് ഡയലോഗ്, അല്ലാത്തവർക്ക് ഡയലോഗില്ല. ഡയലോഗ് ഒരാൾ മാസ് അടിച്ചാൽ മറ്റേ ആൾ മാസ് അടിക്കുക, അത് എക്സ്പ്രഷൻ ഇല്ലാതെ ഇങ്ങനെ നിന്ന് സംസാരിക്കും. ഇതിലൊന്നും യാഷാണെങ്കിൽ 24 മണിക്കൂറും വെള്ളവും പുകയും സിഗരറ്റ്, ഇവനിത് എവിടെ പോയാലും കിട്ടും. ഏത് ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, ഏത് ക്ലൈമാക്സ് സീൻ ആയിക്കോട്ടെ, എവിടെ പോയാലും പുള്ളീൻ്റെ കയ്യിൽ ഒരു കുപ്പിയും വെള്ളവും സാധനം ഉറപ്പാണ്. ഇവന് മാത്രം 24 മണിക്കൂറും സിഗരറ്റ് കിട്ടും. പറഞ്ഞാൽ തീരില്ല, അമ്മാതിരി പടം. എൻ്റെ മോനെ, ഇതിലെ ഫസ്റ്റ് ഹാഫ് തന്നെ, തുടക്കം തന്നെ സിനിമ എന്തിനാണ് സിനിമ എടുത്തതെന്ന് പോലും നോക്കുമ്പോൾ, ഫെയറി ടെയിൽ ഓഫ് അഡൽട്ട്, ഞാനൊന്നും പറയുന്നില്ല. അടി ഡയലോഗ് കളി, അടി ഡയലോഗ് കളി. എത്ര പേരെ കൊന്നിടുന്നവരെ, ഒരു കാര്യമില്ല. ഇവൻ കാണുന്നവരും പോകുന്നവരും ഒക്കെ കൊല്ലുക. എന്നിട്ട് ഇവനൊരു പെരട്ടയാട്ടോ. ഇതിലൊരു ടോസിക് എന്ന് പറഞ്ഞ പോലെ തന്നെ പുള്ളി ആൾ ശരിയില്ല പടത്തിൽ. എന്നിട്ട് നായികയോട് ചോദിക്കുക, ഡു യു തിങ്ക് ഐ എം ബാഡ് എന്ന്. എൻ്റെ സൈഡിൽ ഇരിക്കുന്നവന്മാരൊക്കെ തിയേറ്ററിൽ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മൂഡ്. ഇവനൊന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. അതുപോലത്തെ ഒരു പടം, നയൻതാരേൻ്റെ ഭാഗം. ഇതിൽ നടിമാരൊക്കെ ഗീതു മോഹൻദാസ് കൊണ്ടുവന്ന എന്തിനാ യാഷിന് വേണ്ടി, ഈ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി, അല്ലാണ്ട് ഒരു കാര്യമില്ല പടം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഓണൊക്കെ അല്ലേ, ഈ പടത്തിലൊന്നും പോലെ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളെ നല്ലതിന് വേണ്ടി പറയാം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. ഓണം കഴിഞ്ഞിട്ട് പൊക്കോ, നിങ്ങളുടെ ആ മൂഡ് പോവും. നിങ്ങൾക്ക് ഭ്രാന്താവും. സിനിമയുടെ അവസാനം നമ്മളെ ശശിയാക്കും. നമ്മൾ വിചാരിക്കും ഇത്. എൻ്റെ മോനെ, യാഷിൻ്റെ ഡയലോഗൊക്കെ എന്നെ അറിയാം, വെള്ളമടിച്ചിട്ടുള്ള ഡയലോഗൊക്കെ മൊത്തം പുള്ളി 24/1 തന്നെയാണ്. പുള്ളിൻ്റെ ഡയലോഗൊക്കെ വളരെ സ്ലോയില്, അതും വെറുപ്പിച്ച് കൊല്ലും. ക്ലൈമാക്സിൽ എൻ്റെ മോനെ എന്തൊരു പടം ഉണ്ടാത്. എൻ്റെ അമ്മോ, 2026 ഇറങ്ങിയ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് വാണപ്പടം, അങ്ങനെ ഞാൻ പറയൂ. എൻ്റെ മോനെ, ഇതിലെ നായികമാരും ഇഷ്ടംപോലെ കാസ്റ്റ് ഉണ്ട്. 3.5 മണിക്കൂർ പടം, 3.5 മണിക്കൂർ, അരമണിക്കൂർ ആഡ്, സിനിഫോൾസ്. എൻ്റെ പൊന്ന്, ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും വൃത്തികെട്ട ഒരു തിയേറ്റർ ആഡെന്ന് പറഞ്ഞാൽ ഇത്ര ആഡ്. ഈ പടം തന്നെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് നമ്മുടെ പകുതി ബോധം പോയി. അതിന് കൂടെ അവന്മാരൊരു 1 മണിക്കൂർ, അരമണിക്കൂർ ആഡും കൂടി ഇട്ട് തന്നിട്ട് നമ്മളെ ഭ്രാന്തി പിടിപ്പിക്കുക. പടം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിൽക്കുക എല്ലാവരും. അതാണ് അവസ്ഥ. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് പോട്ടെ, ഇത് അഡൽട്ട് മൂവിയാണ്, നിങ്ങൾ അഡൽട്ടിനെയും കൊണ്ട് പോകരുത്, തലയ്ക്ക് സൂക്കേട് വരും. ഞാൻ വെറുതെ പറയല്ല, ഭ്രാന്ത് പിടിച്ചു പോകും പടം കണ്ടാൽ. ഇത്രയും ടോസിക് മൂവി, പേരിനോട് യോജിക്കുന്ന പടം ടോസിക്. ഇനി ഞാനൊരു കാര്യം പറയാം, ഇതിൽ നല്ലൊരു ഭാഗം ഫൈറ്റ് സീക്വൻസ്, കിട്ടിലും ഫൈറ്റ് സീക്വൻസ് ആണ്. എല്ലാ ഫൈറ്റ്സും വേറെ ലെവലാണ്. അത് കാണണമെന്ന് വിചാരിച്ചിട്ട് ഈ സിനിമ കാണാൻ പോകരുത് പൊന്നുമക്കളെ. OTTയിൽ വരുമ്പോൾ അങ്ങനെ കണ്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഗീതു മോഹൻദാസ് മാഡം നമിച്ചിരിക്കുന്നു. നിങ്ങൾ എത്ര ഹൈ ആണെന്ന് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനിയിപ്പോൾ ഹൈ അല്ലെങ്കിലും ഞങ്ങൾ ഹൈ ആയി പടം കണ്ടിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മൂവി. എൻ്റെ ഒരു ഫ്രണ്ട് സിനിമ കാണാമെന്ന് പറയാൻ വന്നായിരുന്നു. പുള്ളി വരാമെന്ന് വിചാരിച്ചായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി പുള്ളിക്ക് വരാൻ പറ്റില്ല. പുള്ളിയോട് എനിക്ക് അസൂയ തോന്നുക. ലക്കിലി ഹി സർവൈവ്ഡ് ദിസ് മൂവി. അയ്യോ, തിയേറ്ററിലിരിക്കുന്ന എല്ലാവരും കൈയടിച്ച് പടം കഴിഞ്ഞപ്പോൾ. എൻ്റെ പൊന്നേ, ഇതുപോലൊരു പടം. ഓക്കെ, ശരി എന്നാൽ, ബൈ. ഹാപ്പി ഓണം.